ഈ നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിക്കാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് ഈ ആരാധനാ ഗീതങ്ങളൊക്കെ നമ്മളെ പാടി സഹായിക്കുന്ന നമ്മുടെ പാട്ടുകാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറേ പേർക്കെങ്കിലും അറിയാം. കീബോർഡ് വായിക്കുന്നത് ജോബിൻ ചേട്ടനാണ്. പാട്ട് പാടാൻ നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കുന്നത് ലിജോ ചേട്ടൻ, പിന്നെ ദീപ ചേച്ചി, നീരജ് ചേച്ചി, പിന്നെ ഇവരുടെ കൂടെ 1-2 പേരും കൂടെ ഉണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വർഷങ്ങളായിട്ട് ഇവർ ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ നൈറ്റ് വിസിൽ നമ്മളോടൊപ്പം പാടാൻ, നമ്മളെ പാടി പ്രാർത്ഥിക്കാൻ സഹായിക്കാൻ ഇവർ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, നമുക്കെല്ലാവർക്കും കൂടെ ഒരു പാട്ടൊക്കെ പാടി ഒന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, 127 സങ്കീർത്തനം, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുണർന്നിരിക്കുന്നതും വ്യർത്ഥം. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ ഭവനം പണിയുന്നുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് കാവലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്കണ്ഠപ്പെടുകയും ആകുലപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ശരിയല്ലേ? അപ്പം നമുക്ക് ഉത്കണ്ഠകളും ആകുലതകളും ഇല്ലാതെ ഏറെ സന്തോഷത്തോടു കൂടി, നിറഞ്ഞ സ്നേഹത്തോടു കൂടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും. നമ്മുടെ ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി അവിടുത്തെ മക്കളായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും നിരാശപ്പെട്ടിരുന്ന് സങ്കടപ്പെട്ടിരുന്ന് കഷ്ടത അനുഭവിക്കുന്ന ഒരു മക്കളായി ജീവിതകാലം മുഴുവൻ അനുഭവിച്ച് തീർക്കാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവമാണ് നമ്മുടെ ഭവനം പണിയുന്നതും നമ്മളെ കാത്തു പരിപാലിക്കുന്നതുമെങ്കിൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടാകാം, നമുക്ക് ആവശ്യങ്ങളുണ്ടാകാം, നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിനു മുകളിൽ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളെ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് കൊണ്ടുവരുവാൻ ശക്തിയുള്ള, തകർച്ചയിൽ നിന്നും വീണ്ടും ഉയർച്ചയിലേക്ക് കയറ്റാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രത്യാശിക്കാൻ നമുക്ക് കാരണവുമുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിറഞ്ഞ പ്രത്യാശയോടുകൂടി, സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി നമുക്ക് നമ്മുടെ ദൈവത്തെ പാടി പുകഴ്ത്താം. സർവശക്തനായ ദൈവത്തെ ഏറ്റവും ഹാപ്പിയായിട്ട്, സന്തോഷത്തോടു കൂടി. കാരണം ഒരു കേൾക്കാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കേൾവി ഇല്ലാതായി പോയ ഒരു ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്. രക്ഷിക്കാൻ കഴിയാത്തൊരു ദൈവത്തോടല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ ശക്തിയും കഴിവുമുള്ള ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഈ സമയങ്ങളിൽ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം കർത്താവേ. ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടതിന് നന്ദി പറയുന്നു കർത്താവേ. ഈശോയെ ഞങ്ങൾക്ക് ആനന്ദം നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ. ഈശോയെ ഞങ്ങളെ വഴി നടത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈശോയെ ഞങ്ങളുടെ ദുഃഖം അകറ്റുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം. ഈശോയെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വീണ്ടും പാടാം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം
ഒത്തിരി പഴയ പാട്ടാണ്. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ പഴയ മുഖങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റുപാടുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഏറ്റ് പാടാൻ പറ്റുന്ന വരികളാണ്. അപ്പോൾ കരങ്ങളടിച്ച് പാടാൻ പറ്റുന്ന പാട്ടാണ് ഇത്. എങ്ങനെയെന്നറിയില്ല, ഞങ്ങളിങ്ങനെ മ്യൂസിക് റൂമിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന സമയത്ത് മിനിങ്ങാന്ന് ജോബിലൂടെ ആണെന്നുള്ളൂ പെട്ടെന്ന് ഈ പാട്ടിങ്ങനെ വരുക. എന്തോ ഒരു സാധനം അന്വേഷിച്ചിട്ടല്ല, നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്ന പോലെ. അപ്പോൾ ദൈവം ഇതിലൂടെ എന്തോ ആഗ്രഹിക്കുന്നു, ആർക്കൊക്കെയോ വേണ്ടി ദൈവം സെലക്ട് ചെയ്തതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. വീണ്ടും പാടാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. വൻ കൃപയിൽ എന്നെ എന്നയോളം കാത്ത ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. വൻ കൃപയിൽ എന്നെ ഇന്നയോളം കാത്ത ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും ദൈവത്തിന് എന്നേക്കും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പാടാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പാടാം. രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഒന്ന് മൂവ് ചെയ്യാം നമുക്ക്. ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എങ്ങനെ? കണ്ണുനീർത്തുകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും കരങ്ങൾ ഉയർത്തി പാടാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. വീണ്ടും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. Glory, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും.
സ്തോത്രം കരയറ്റുന്ന കർത്താവേ, അങ്ങേക്ക് മഹത്വം കരയറ്റുന്ന ഈശോയെ, എല്ലാ പുകഴ്ചകൾക്കും യോഗ്യനായവനെ, സർവശക്തനെ ഞങ്ങൾ അങ്ങേ ഒരിക്കൽ കൂടി ആരാധിക്കുന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രം കർത്താവേ. എല്ലാത്തിനും നന്ദി പറയുന്ന കർത്താവേ, എല്ലാ സ്തുതികൾക്കും യോഗ്യനായവനെ, പരിശുദ്ധനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്നു ഈശോയെ, നന്ദി പറയുന്ന കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന കർത്താവേ, എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈശോയെ, 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഈശോയെ, നന്ദി കർത്താവേ. എല്ലാ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്കും ഈശോയെ നന്ദി കർത്താവേ, എല്ലാ കഷ്ടതകൾക്കും ഈശോയെ നന്ദി കർത്താവേ, എല്ലാ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്കും ഈശോയെ നന്ദി കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ സങ്കടങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങളുടെ ദുഃഖങ്ങളെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു കർത്താവേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി കർത്താവേ. അവയെല്ലാം അങ്ങേ കാണാൻ ഇടയായല്ലോ ദൈവമേ, അങ്ങയുടെ അടുത്ത് വരാൻ ഇടയാക്കിയല്ലോ ദൈവമേ, അങ്ങയോട് ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് സഹായകരമായല്ലോ കർത്താവേ. ഈശോയെ നന്ദി കർത്താവേ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആരാധന, ആരാധന മനസ്സലിയുന്ന ഈശോയെ, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഈശോയെ, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. സഹനമില്ലാത്ത ജീവിതമില്ല. യേശുവിനോട് കൂടി സഹിക്കുകയാണെങ്കിൽ സഹനം എളുപ്പമാണ്. അതായത് നമ്മുടെ പല സഹനങ്ങളും മാറ്റിത്തരുവാൻ ദൈവം മനസ്സാണ്. നമ്മുടെ പല സഹനങ്ങളും മാറ്റിത്തരുവാൻ ദൈവം മനസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നതും പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതും. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും എന്ന കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട്. നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്കെന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ തന്നെ കളിയാക്കാൻ നിൻ്റെ ദൈവം അനുവദിക്കില്ല. എന്നാൽ നിന്നോട് കരുണ കാണിക്കുവാൻ ദൈവം ഒരവസരം കണ്ടെത്തുമെന്ന വാഗ്ദാനമുണ്ട്. ചോദിക്കുവിൻ ലഭിക്കുവിൻ, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട്. ഇങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ. അതുപോലെ തന്നെ അനേക 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 ജീവിത അനുഭവങ്ങൾ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സഹനങ്ങൾ മാറ്റിത്തരുന്നതിൻ്റെ അനേക ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ സമർപ്പിച്ച്, സാഹചര്യങ്ങളെ സമർപ്പിച്ച് അവിടെയുള്ള സഹനങ്ങൾ കർത്താവ് മനസ്സാകുന്നെങ്കിൽ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയാണ്. നമ്മൾ കുടുംബങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഒത്തിരി പ്രായം ചെന്ന മനുഷ്യർ തീരെ രോഗികളായി അവശരായി കിടപ്പുണ്ട്. സംസാരിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. അവർ ചിലർ വർഷങ്ങളായിട്ട് അങ്ങനെ കിടക്കുന്നവരാണ്. അവരും സഹിക്കുകയാണ്, അവരുടെ കുടുംബാംഗങ്ങൾ സഹിക്കുക. അനേക വീടുകളിൽ രോഗികളായ മക്കളുണ്ട്, കുഞ്ഞുങ്ങൾ തുടങ്ങി മുതിർന്നവർ വരെ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ പോയപ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടു. സമ്പൂർണ്ണമായിട്ട് തളർന്ന് കിടക്കുകയാണ്. കയ്യോ കാലോ ഒന്നും അനക്കത്തില്ല, തല മാത്രം ഇങ്ങനെ ഒടിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് തിരിക്കും. ഇങ്ങനെ ഒരു കുട്ടിയെ. അമ്മ വളരെ ചെറിയൊരു സ്ത്രീയാണ്.
അതിനെ എടുത്തോണ്ട് നടക്കുമ്പോൾ അമ്മ വെച്ചു പോവുകയാണ്. അപ്പനതിനെ മടിയിലിരുത്തി മുഖത്ത് ഉമ്മ കൊടുക്കുമ്പോൾ കണ്ണുനീര് വാർക്കുക. അങ്ങനത്തെ അനേക കുടുംബങ്ങളുണ്ട്. രോഗികളായ മക്കളെ ഓർത്തുള്ള സഹനങ്ങൾ. വേറെ സ്ഥലത്ത് വഴിതെറ്റിയ വ്യക്തികളെ ഓർത്തുള്ള സഹനമാണ്. വഴിതെറ്റതെന്നെങ്കിൽ ഭർത്താവായിരിക്കും, അപ്പനായിരിക്കും, മകനോ മകളോ ആയിരിക്കും. അങ്ങനെ അവരെ ഓർത്ത് വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്. മക്കളുടെ പഠനവും സ്വഭാവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സഹനങ്ങളുണ്ട്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു. +2-ന് 88% മാർക്കുണ്ട്. എവിടേക്കോ അഡ്മിഷൻ അപേക്ഷ കൊടുത്തു, എവിടെയും കിട്ടിയില്ല. വിഷമിച്ചിരിക്കുക. അങ്ങനെ വിളിക്കുക. അപ്പോൾ അഡ്മിഷൻ കിട്ടാത്തവർ, പരീക്ഷ പാസ്സാകാത്തവർ, അങ്ങനെയുള്ള അംഗങ്ങളുള്ള കുടുംബങ്ങളുണ്ട്. വേദനിക്കുന്നവരുണ്ട്. ദുസ്വഭാവത്തിനടിമകളായ അംഗങ്ങളുണ്ട്. ലഹരിക്കും മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ടുള്ളവരുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. കടബാധ്യത ഉള്ളവരുണ്ട്. ജോലിയില്ലാത്തവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ഇങ്ങനെ നമ്മൾ പല വിധത്തിൽ ചിന്തിച്ചാൽ എല്ലാ കുടുംബങ്ങളിലും പലതരത്തിലുള്ള സഹനങ്ങളാണ്. അത് ചെറിയ സഹനമൊന്നുമല്ല. ഒരു തലവേദനയോ പനിയോ വരുന്ന രോഗമല്ല, അസുഖമല്ല, വേദനയല്ല. നിലനിൽക്കുന്ന വലിയ വേദനകൾ. ഇതിൽ പലതും ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാക്കുന്നതാണ്, വരുത്തി വെച്ചതാണ്. എന്നാൽ സഹനം വരുമ്പോൾ അതെല്ലാവർക്കുമാണ്. എല്ലാവരും സഹിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾക്കൊരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടി, കുടുംബങ്ങളിലെ ബന്ധനങ്ങൾ അഴിയുന്നതിന് വേണ്ടി. പല കുടുംബങ്ങളിലും പൈശാചിക സാന്നിധ്യങ്ങളുണ്ട്, ദുഷ്ടാരൂപിയുടെ ഉപദ്രവങ്ങളുണ്ട്, ശാപത്തിൻ്റെ പാപത്തിൻ്റെ കെട്ടുകളുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്താലും രക്ഷപ്പെടാത്ത കുടുംബങ്ങളുണ്ട്. എന്ത് ചെയ്താലും രക്ഷപ്പെടാത്ത മനുഷ്യരുണ്ട്. അങ്ങനെ പല വിധത്തിൽ ആളുകൾ സഹിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ സ്വന്തം കുടുംബത്തെയും ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. അവരുടെ എല്ലാ വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളും ഇതുവരെ സഹിച്ചതും ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ വേദനകളെയും ഈശോയുടെ പീഡാസഹനത്തോടും കുരിശുമരണത്തോടും നമുക്ക് മനസ്സുകൊണ്ട് ചേർത്ത് കാഴ്ചവെക്കാം. കർത്താവെ, അവരുടെ ഇതുവരെയുള്ള സഹനങ്ങൾ വിലയായി സ്വീകരിച്ച്, പാപപരിഹാരമായി സ്വീകരിച്ച് ആ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇതിന് 2-3 മാസം മുമ്പ് ഇതുപോലെ ഒരു പ്രാർത്ഥനയ്ക്ക് ഇവിടെ നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, നമ്മുടെ പല കുടുംബങ്ങളിലും ഈ കൃമികീടങ്ങളുടെ ക്ഷുദ്രജീവിയുടെയൊക്കെ ഉപദ്രവങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ വിട്ടുപോകാനൊന്ന് പ്രാർത്ഥിക്കാമെന്ന് അന്നേരം തോന്നിയൊരു പ്രാർത്ഥന ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പലരും എന്നോട് പറഞ്ഞു അവരുടെ വീടുകളിൽ ക്ഷുദ്രജീവികളുടെ കൃമികീടങ്ങളുടെ ഉപദ്രവങ്ങൾക്ക് മാറിപ്പോയെന്ന്. അത്രയും ചെറിയൊരു കാര്യത്തിന് പെട്ടെന്ന് പ്രാർത്ഥിച്ചതാണ്. അപ്പം നമ്മളതുകൊണ്ട് നമ്മുടെ സഹനങ്ങളും വേദനകളും എല്ലാം ഈശോയുടെ സഹനത്തോട് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളൊക്കെ വിടുതലുണ്ടാകും. ഈ ബോധ്യത്തോടുകൂടി നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒന്ന് കരങ്ങൾ തുറന്ന് പിടിച്ചോ, കരങ്ങൾ കൂപ്പിപ്പിടിച്ചോ, ഒന്ന് അല്പസമയം കണ്ണുകൾ അടച്ച് നമുക്ക് നിൽക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ തന്നെ സമർപ്പിക്കാം. കുടുംബത്തിലെ ഓരോ അംഗത്തെയും ഒന്ന് മനസ്സിൽ ഓർക്കാം. അവരിൽ പലർക്കും വിടുതൽ കിട്ടേണ്ട മേഖലകളുണ്ടാകും. ശരീര രോഗങ്ങളാകാം, പഠന മേഖലയാകാം, തൊഴിലിൻ്റെ മേഖലയാകാം, സാമ്പത്തികമാകാം, ദുശ്ശീലങ്ങളുടെ അടിമകളാകാം, ചിലർ രോഗികളായിട്ട് കാലാകാലം കിടക്കുന്നവരാകാം. അങ്ങനെയുള്ള എല്ലാ ആളുകളെയും സമർപ്പിക്കാം. അതോടൊപ്പം ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പ്രായമായിട്ട് കാലാകാലം കട്ടിലിൽ കിടക്കുന്ന രോഗികളെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ അടുത്ത് 2 ആൺമക്കൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊന്നൊരു ഹോസ്പിറ്റലിൽ ചാർജാണ്.
അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ കിടപ്പുണ്ട്, വളരെ അവശതയാണ്, മരിക്കുന്നില്ല, ഒന്ന് മരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ മരിക്കുന്നില്ല. അപ്പൻ്റെ സഹനം കണ്ടിട്ടാണ് കേട്ടോ മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച്. അവരെന്നോട് പറഞ്ഞു, അച്ഛാ അപ്പൻ മരിച്ചു കിട്ടാൻ വേണ്ടി 2 കുർബാന ചെല്ലുമോ? അത് അപ്പനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അപ്പൻ്റെ സഹനം കണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ കുർബാനയെല്ലാം സമ്മതിച്ചു. കുർബാന ചൊല്ലി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു. ഞാൻ പറയുന്നത് പല സഹനങ്ങളും പല ആളുകളുമൊക്കെ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ അവരോ ആ കുടുംബത്തിൽ ആരെങ്കിലുമോ ചെയ്ത ചില പാപത്തിൻ്റെ കെട്ടുകളുണ്ടാകാം, ചില ബന്ധനങ്ങളുണ്ടാകാം. അതൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ വിടുതലുണ്ടാകും, അവിടെ സൗഖ്യമുണ്ടാകും. അവിടെ എല്ലാ പ്രായം ചെന്ന ആളുകളെയും നമുക്ക് സമർപ്പിച്ച് അവരുടെ എല്ലാ സഹനങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളുടെ കഷ്ടപ്പാട് സമർപ്പിച്ച് ആ രോഗികളായിരിക്കുന്നവർക്കിട്ട് പ്രാർത്ഥിക്കാം. ശാരീരിക വൈകല്യവും മാനസിക വൈകല്യമൊക്കെയുള്ള വ്യക്തികൾ പല കുടുംബങ്ങളിലുമുണ്ട്. ആ വൈകല്യം അനുഭവിക്കുന്ന വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പല വ്യക്തികൾക്ക് നമുക്കറിയാം പെരുമാറ്റത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, മാനസികമായ വൈകല്യങ്ങളുണ്ട്, പെരുമാറ്റത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അവർക്കൊക്കെ സൗഖ്യം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, വിടുതലുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും കെട്ടുകൾ അഴിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിക്ക് അപേക്ഷിച്ചിട്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് അവരുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാ കുടുംബങ്ങളുടെ മേലുള്ള പൈശാചിക ആധിപത്യങ്ങൾ, കെട്ടുകൾ, ശാപത്തിൻ്റെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ നസറായനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്താൽ എല്ലാ കുടുംബങ്ങളും കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ എല്ലാ വ്യക്തികളും കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയുടെ കുരിശു കൊണ്ട് എല്ലാ വ്യക്തികളും മുദ്രിതരാക്കപ്പെടട്ടെ, എല്ലാ ഭവനങ്ങളും മുദ്രിതരാക്കപ്പെടട്ടെ. സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളൊക്കെ ഈശോയുടെ നാമത്തിൽ വിട്ടുപോകട്ടെ. തളർന്നു കിടക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയുടെ നാമത്തിൽ. കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിടുതലിൻ്റെ ആത്മാവിനെ അയക്കണമേ, സൗഖ്യത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ. ദുഷ്ടാരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കണമേ. എല്ലാ കുടുംബത്തിന്മേലുള്ള ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും പൈശാചിക ശക്തികളുടെയും കെട്ടുകളെ അവിടുന്ന് പൊട്ടിച്ചെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ഞാനിപ്പോൾ ബന്ധിച്ച് ഈശോയുടെ കുരിശിന്റെ മുന്നിൽ അയക്കുന്നു. മേലാൽ ദുഷ്ടാരൂപികൾക്ക് ആ കുടുംബങ്ങളുടെ മേല്, വ്യക്തികളുടെ മേല് യാതൊരു അധികാരവുമില്ല എന്ന് ഈശോയുടെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് ഞങ്ങളുടെ രക്ഷകൻ, യേശുവാണ് ഞങ്ങളുടെ രക്ഷകൻ, പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ നയിക്കുന്നത്, മാലാഖമാരാണ് ഞങ്ങൾക്ക് കാവല്, വിശുദ്ധരാണ് ഞങ്ങൾക്ക് മധ്യസ്ഥര്. അതുകൊണ്ട് ദുഷ്ടാരൂപികളുടെ എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് മാനസാന്തരമുണ്ടാകട്ടെ, അനേകർക്ക് ദൈവവിശ്വാസം തിരിച്ചു കിട്ടട്ടെ, അനേക കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ പുനരാരംഭിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ നീങ്ങിപ്പോകട്ടെ, ആ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഭിന്നിത ദുഷ്ടാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഐക്യമില്ലായ്മ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അവരെ ഭിന്നിപ്പിക്കുന്ന ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് അവരെ ഏറ്റെടുക്കട്ടെ, പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് സ്നേഹത്തിൽ ഒന്നിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധ്വാനിക്കുന്ന എല്ലാവരെയും അവിടെ
അനുഗ്രഹിക്കണമേ. കുറച്ച് മുമ്പ് ഇവിടെ പറഞ്ഞു, കർത്താവ് ഭവനം പണിഞ്ഞെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് കാവലില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്ന പ്രയോജനമില്ല. തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവെ, ഞങ്ങളെ അവരുടെ പ്രിയപ്പെട്ടവരായി സ്വീകരിക്കണമേ. ഞങ്ങളുടെ മേലുള്ള ഐശ്വര്യത്തിനുള്ള തടസ്സങ്ങൾ മാറ്റിക്കളയണമേ. സാമ്പത്തികമായോ ആത്മീയമായോ മറ്റേതെങ്കിലും മേഖലയിൽ ഞങ്ങളുടെ ഐശ്വര്യത്തിനും പുരോഗതിക്കുമുള്ള എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഈശോയെ നിന്റെ വിശുദ്ധ കുരിശുകൊണ്ട് മുദ്രവയ്ക്കണമേ. നിന്റെ തിരുരക്തത്താൽ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസം വൈദിക ദിനമായിരുന്നു. ജോൺ ബിയാനി പുണ്യവാൻ്റെ തിരുനാൾ ദിവസം. അതെനിക്ക് കുറേ വാട്സപ്പ് മെസ്സേജൊക്കെ കിട്ടി. അതിൽ ഒരു വാട്സപ്പ് മെസ്സേജ് എങ്ങനെയായിരുന്നു, നിങ്ങളതൊന്ന് കേൾക്കണം. ഞാനും അത് ആദ്യം കേൾക്കുക, നിങ്ങളത് കേൾക്കണം. എങ്ങനെയായിരുന്നത്? ഒരു വൈദികൻ ആകാശത്തിൽ ഒരു വര വരയ്ക്കുമ്പോൾ അതുപോലും ആളുകൾക്ക് അനുഗ്രഹമായി തീരുന്നു. ഒരു വൈദികൻ ആകാശത്തിൽ ഒരു വര വരയ്ക്കുമ്പോൾ അതുപോലും മനുഷ്യർക്ക് അനുഗ്രഹമായി തീരുന്നു. ഞാൻ ആദ്യം കേൾക്കുക അങ്ങനെ ഒരു കാര്യം. ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ചിന്തിച്ചു, ആലോചിച്ചു. എന്താണ് വൈദികൻ ആകാശത്തെ വരയ്ക്കുന്ന വരാമെന്ന്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, വൈദികൻ നടക്കുന്ന ആശീർവാദമാണ്. വൈദികൻ നൽകുന്ന ആശീർവാദമാണ്. നമുക്ക് ഈ ആശീർവാദം കുരിശൻ്റെ അടയാളത്തിലാണ്. അത് വെറുതെ ആകാശത്തിൽ വരയ്ക്കുന്ന രണ്ട് വരയാണ്. ഓരോ ആശീർവാദവും ആകാശത്തിൽ വരയ്ക്കുന്ന രണ്ട് വരയാണ്. ഒരു വൈദികൻ ഒരു ജനത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ മേൽ കുരിശ് വരയ്ക്കുന്നതിന് ഭാവനയെ കണ്ടുകൊണ്ട് ആകാശത്തിൽ രണ്ട് വര വരയ്ക്കുമ്പോൾ അതുപോലും ജനഗണത്തിന്, അനുഗ്രഹത്തിന്, വിടുതലിന്, സൗഖ്യത്തിന്, അഭിഷേകത്തിന് കാരണമായി തീർന്നു. ഇപ്പം ഞാൻ ആലോചിച്ച, ദൈവമേ, ഞാൻ വരയ്ക്കുന്ന ഓരോ വരയും എത്ര പ്രധാനപ്പെട്ടതാണ്. ഞാനെന്താ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചത്. ഞാൻ ആകാശത്ത് വരയ്ക്കുന്ന ഓരോ വരയും എത്ര പ്രധാനപ്പെട്ടതാണ്. ഓരോ വൈദികനെ വരയ്ക്കുന്ന ഓരോ വര എത്ര പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ കുടുംബങ്ങളുടെ മേൽ ഈ രണ്ട് വര വരയ്ക്കാൻ പോവുക. നിങ്ങളുടെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സർവരുടെയും കുടുംബങ്ങളുടെ മേൽ ഞാൻ രണ്ട് വര വരയ്ക്കാൻ പോവുക. എന്ന് വെച്ചാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഞാൻ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാൻ പോവുക. ബന്ധനങ്ങൾ അഴിച്ചു കളയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച്, നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ പീഡാസകലവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിന്മേൽ അധികാരം നേടിയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സർവശക്തനാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിലവിലെ കേൾക്കുന്ന ദൈവമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. പിശാചിൻ്റെയും ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും ശുദ്ധജീവിയുടെ ക്രിമികീടങ്ങളിലും സർവ്വത്തിന്മകളുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. കർത്താവേ, അവിടുത്തെ ആശീർവാദത്തിന്, അവിടുത്തെ അനുഗ്രഹത്തിന്, അവിടുത്തെ സൗഖ്യത്തിന്, അവിടെ നല്ല വിടുതലിന് വേണ്ടി എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേൽ ഞാൻ അവിടുത്തെ നാമത്തിൽ ആശീർവാദം നൽകുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. ശുദ്ധജീവിയുടെ ഉപദ്രവങ്ങൾ മാറിപ്പോകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. രോഗികളായി കിടക്കുന്നവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. പ്രായമായി തീരെ അവസ്ഥയിൽ കിടക്കുന്നവരുടെ പാപകടങ്ങൾ കർത്താവ് ക്ഷമിച്ച് അവർക്ക് നല്ല മരണം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതുപോലെ എല്ലാ രോഗികൾക്കും വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, കണ്ണീരൊഴുക്കുന്നവർക്ക് വേണ്ടി, നിസ്സഹായത അനുഭവിക്കുന്ന സർവ്വർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് അവരുടെ മേൽ നിന്റെ കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്നു. നിന്റെ വിശുദ്ധ കുരിശ് കൊണ്ട് അവരെ ഞാൻ മുദ്ര വയ്ക്കുന്നു. കർത്താവെ, സൗഖ്യം നൽകണമേ. കർത്താവെ, വിടുതൽ നൽകണമേ. കർത്താവെ, രക്ഷ നൽകണമേ. കർത്താവെ, ഐശ്വര്യവും അഭിവൃദ്ധി നൽകണമേ. എല്ലാ കുടുംബങ്ങളെയും പുതുക്കിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ.
ഭിന്നതകൾ മാറിപ്പോകട്ടെ. ദമ്പതികൾ തമ്മിൽ സ്നേഹമുണ്ടാകട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമുണ്ടാകട്ടെ. കർത്താവേ, രോഗികൾക്ക് സൗഖ്യവും വിടുതലുമുണ്ടാകട്ടെ. യേശുനാമത്തിൽ ഓരോ കുടുംബത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ. എല്ലാ കുടുംബത്തിലേക്കും രക്ഷ കടന്നു വരട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ എല്ലാ കുടുംബങ്ങളും കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ എല്ലാ വ്യക്തികളും കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഈശോയുടെ വിശുദ്ധ കുരിശുകൊണ്ട് എല്ലാ ഭവനങ്ങളെയും എല്ലാ വ്യക്തികളെയും ഞാനിപ്പോൾ മുദ്ര വയ്ക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ദുഷ്ടാനുഭവങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. കൃമികേടുകൾ ബുദ്ധങ്ങൾ വിട്ടുപോകട്ടെ. സാമ്പത്തിക തകർച്ച മാറിപ്പോകട്ടെ. കടബാധ്യത മാറിപ്പോകട്ടെ. വിവാഹ തടസ്സം മാറിപ്പോകട്ടെ. മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങളുടെ മേലുള്ള എല്ലാ പൈശാചിക ആധിപത്യങ്ങളും ശാപത്തിന്റെയും പാപത്തിന്റെ കെട്ടുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെയും പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കെട്ടുകൾ പൊട്ടട്ടെ, കുടുംബം വിശുദ്ധി പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കുടുംബം വിശുദ്ധി പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. Hallelujah, 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 hallelujah. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. കരങ്ങളടിച്ച് പാടാം. ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല, ഉറപ്പുള്ള കോട്ടയവൻ. വലഭാഗത്ത് അവൻ തണലല്ലോ, എത്ര ഭാഗ്യമിത്. ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല, ഉറപ്പുള്ള കോട്ടയവൻ. വലഭാഗത്ത് അവൻ തണലല്ലോ, എത്ര ഭാഗ്യമിത്. Hallelujah, 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 hallelujah. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. കരങ്ങളടിച്ച് പാടാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സന്തോഷത്തോടെ ഹല്ലേലൂയ. Hallelujah. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ശാന്തമായി നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മൾ വീണ്ടും കർത്താവിനെ ആരാധിക്കുവാൻ
അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമുക്ക് സന്തോഷമുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. വലിയ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി നമുക്കൊരുങ്ങാം. സങ്കീർത്തനങ്ങൾ 81:1 നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 35:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോടൊന്ന് പറയാവോ? കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. എങ്ങനെയാണ്? മനസ്സ് തുറന്ന്, അല്ലേ? ഹൃദയം തുറന്ന്, നമ്മൾ പറയല്ലേ, ഹൃദയം തുറന്ന് പങ്കുവെച്ചു, അല്ലേ? അതേപോലെ കർത്താവിനെ നമ്മൾ എങ്ങനെ സ്തുതിക്കണം? മനം തുറന്ന്, ഉള്ളു തുറന്ന്, ഹൃദയം തുറന്ന്, അല്ലേ? ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കണം. അങ്ങനെ ഈശോയെ ആരാധിക്കുന്ന, ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം. കർത്താവ് നമ്മളെ പരിപാലിച്ച വഴികളെല്ലാം നമുക്ക് വലിയ സ്നേഹത്തോടെ ഓർക്കാം. ഈശോയുടെ മുമ്പിൽ നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനങ്ങൾ 9 ആദ്യ വചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും, ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ച് ഉല്ലസിക്കും, അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തെ ഞാൻ സ്തോത്രം ആലപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിലൊക്കെ നമ്മൾ എന്താണ് കേൾക്കുന്നത്? ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ, സന്തോഷത്തോടെ പാടി പുകഴ്ത്തുവിൻ, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുവിൻ, മനസ്സ് തുറന്ന് ആരാധിക്കുവിൻ. അപ്പോൾ നമ്മുടെ കർത്താവിന് നമ്മൾ എങ്ങനെ ആരാധിക്കണം? എങ്ങനെയാണ് നമ്മൾ അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കേണ്ടത്? വലിയ സന്തോഷത്തോടെ, വലിയ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമുക്കതിനു വേണ്ടി നമുക്കൊരു നിമിഷം ഒന്ന് ഒരുങ്ങാം. കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി, ഈശോയെ സ്തുതിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, ഈശോയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ഈശോയെ മാത്രം നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബാക്കിയെല്ലാം നമുക്കൊന്ന് മറക്കാം. അതെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയും, മനം തുറന്ന് ഞാൻ അവിടുത്തെ ആരാധിക്കും, ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കും, എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളൊന്ന് അടച്ച് ഈ കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കുവാൻ വേണ്ടി ഒരുങ്ങാം. ഈശോയെ നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. അതെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. ആ ഈശോയ്ക്ക് പകരമായിട്ട്, അവിടെ നിന്ന് അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് ഞാനിപ്പോൾ അവിടുത്തെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. എൻ്റെ ജീവിതം കൊടുത്ത്, എൻ്റെ മനസ്സ് തുറന്ന്, എനിക്കുള്ളതെല്ലാം ഈശോയ്ക്ക് കൊടുത്ത്, സങ്കീർത്തകനെ പോലെ, സങ്കീർത്തൻ അങ്ങനെയാണ് പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആരാധിക്കും, സർവ്വശക്തിയോടെ ഞാൻ അവിടുത്തേക്ക് സ്തോത്രം ആലപിക്കും, ഉച്ചത്തിൽ ഞാൻ അവിടുത്തെ പാടി പുകഴ്ത്തും. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്തുവിൻ. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന്, ഹൃദയം ഉയർത്തി ഈശോയെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. മനസ്സ് തുറന്ന് അങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കർത്താവേ
അത് വിവരിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദ ഗീതം ആലപിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി നന്നായിട്ട് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹൃദയം തുറന്ന് ആരാധിക്കാം. ഹൃദയം തുറന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകൊടുത്ത് ആരാധിക്കാം. ഈശോയെ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രങ്ങൾ ആലപിച്ചവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ദൈവം കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ യേശുദേവാദി ദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ യേശുദേവാദി ദേവൻ കർത്താദി കർത്തൻ ചേർന്നു പാടാം. പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ യേശുദേവാദി ദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. എൻ മനമേ സ്തുതിക്ക നിൻ നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. നിന്മനമേ സ്തുതിക്ക നിന്നാദനേ. നിന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. യേശുദേവാദി കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കർത്താദി പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ യേശുദേവാദി ഉച്ചത്തിൽ അവിടുത്തെ ആരാധിക്കാം. കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ യേശുദേവാദി ദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ യേശുദേവാദി ദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. സങ്കീർത്തനങ്ങൾ 96:8 ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ നാമത്തിനു ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അത്യുന്നതനായ കർത്താവിനെ, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന കർത്താവിനെ, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ, നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്ന കർത്താവിനെ, അവിടുത്തെ നാമത്തിന് ചേർന്ന വിധം നമുക്ക് അവിടുത്തെ ആരാധിക്കാം. വീണ്ടും ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. സർവശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. തുല്യമായി മറ്റൊരു നാമമില്ല കർത്താവേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. Hallelujah, hallelujah, hallelujah. ആരാധനയും
കരങ്ങളടിച്ച് Hallelujah, 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 hallelujah. ഈശോയെ ആരാധന 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 ആരാധന. ഈശോ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. പരിശുദ്ധനായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. പരിശുദ്ധനെ ആരാധന ആരാധന ആരാധന. സർവശക്തനെ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി ഈശോയെ നന്ദി. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. പരിശുദ്ധനെ ആരാധന സർവശക്തനെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി. ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി ഈശോയെ നന്ദി ആരാധന. ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസന ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്.
മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് കർത്താവേ, എല്ലാ സ്തുതികളും അങ്ങേക്ക് ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആരാധന, 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 ആരാധന. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഓ മഹത്വം മഹത്വം യേശുവിന്. ആമേൻ. മഹത്വം മഹത്വം യേശുവിന്. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധനായവനെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹൃദയത്തെ നമുക്ക് ശാന്തമാക്കാം. ഈശോയെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിമിഷങ്ങളിൽ ഒഴുകട്ടെ. ശാന്തമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. സങ്കീർത്തനങ്ങൾ 27:5 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ അവിടുന്ന് നിർത്തും. ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാം. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ അവിടുന്ന് എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഓ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, എന്നെ കാണുന്ന എൻ്റെ കർത്താവ്, എൻ്റെ അലച്ചിലിൻ്റെയും വേദനയുടെയും രോഗത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ നിമിഷങ്ങളിൽ എൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന എൻ്റെ ഈശോ, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, അവിടുത്തെ നമുക്ക് ഹൃദയപൂർവ്വം നമുക്കൊന്ന് ചേർത്ത് പിടിച്ച് ആരാധിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവന് വേണ്ടി പ്രഭാത ഭക്ഷണം ഒരുക്കി ഹബക്കുക്കിനെ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് അത് ദാനിയേൽ കിടന്ന സിംഹക്കുഴിയുടെ മുകളിലേക്ക് ബാബിലോണിലേക്ക് പറഞ്ഞു വിടുന്നു. ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നു, ദാനിയേൽ, നീ എഴുന്നേറ്റ് വേഗം ഭക്ഷണം കഴിക്കുക, നീ എഴുന്നേറ്റ് നീ ഭക്ഷണം കഴിക്കുക. ഇതാ ദൈവം ഭക്ഷണ പൊതിയുമായി എന്നെ നിന്റെ അരികിലേക്ക് അയച്ചിരിക്കുന്നു. ദാനിയേൽ പറയുന്നു, ഓ കർത്താവേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങ് സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ല. അങ്ങനെ ഓർമ്മിച്ചല്ലോ കർത്താവേ, ഈ സിംഹത്തിൻ്റെ കുഴിയിൽ ഇവിടെ ഈ ബാബിലോണിൽ കിടക്കുന്ന എന്നെ കർത്താവേ അങ്ങ് ഈ നിമിഷങ്ങളിൽ ഓർത്തുവല്ലോ. അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും പരിത്യജിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹാഗാർ
അവൾ തൻ്റെ കുഞ്ഞിന് ഒരിറ്റു വെള്ളം കൊടുക്കാനില്ലാതെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് കുഞ്ഞു മരിക്കുന്നത് കാണാൻ സാധിക്കാതെ തിരിഞ്ഞു നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് കണ്ടു. സ്വർഗത്തിലെ ദൈവം അത് കണ്ടു. ദൈവം ആ കുഞ്ഞിൻ്റെ നിലവിളി കേട്ടു. ദൈവദൂതൻ അവളോട് പറഞ്ഞു, ഹാഗാറേ, നീ വിഷമിക്കേണ്ട, നിന്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. നീ അവനെ എടുക്കുക. ഇത് അവനൊരു കിണറ് ഹാഗാറിന് കാണിച്ചു കൊടുത്തു. 38 വർഷം ബെത്സൈദ കുളക്കരയിൽ കിടന്ന തളർവാദ രോഗി, നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയി. അവൻ ജീവിതത്തിൽ ഇനി ആരും തന്നെ സഹായിക്കുവാനായിട്ട് കടന്നു വരികയില്ല. ആരും തന്നെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഈ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരും കടന്നു വരികയില്ല. നിരാശയുടെ പടുകുഴിയിൽ നിന്നപ്പോൾ ഇതാ ഈശോ അവൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് ചോദിച്ചു, സുഖമാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈശോ അവനെ സുഖപ്പെടുത്തി. ജെറീക്കോയിലൂടെ കർത്താവ് കടന്നുപോയപ്പോൾ അന്ധയാചകനായ ബർത്തിമേയൂസ് ഉറക്കെ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. മിണ്ടാതിരിക്കുവാൻ പറഞ്ഞ് സമൂഹം മുഴുവനും അവനെ കുറ്റപ്പെടുത്തി വഴക്കു പറഞ്ഞു. എന്നാൽ അവൻ്റെ നിലവിളിയുടെ മുൻപിൽ യേശു നിന്നു. കർത്താവ് അവിടെ നിന്നു. പ്രിയപ്പെട്ടവരെ, വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ മുൻപിൽ ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ ഒരു നാട് നമ്മളെ കൈവിടാത്തവനാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാണ്. ജീവിതത്തിൻ്റെ എല്ലാ വിഷമതകളെയും, നിരാശപ്പെടുത്തുന്ന അവസ്ഥകളെയും, ഒറ്റപ്പെടലുകളെയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് നീ ചേർത്ത് വയ്ക്കുക. പ്രിയപ്പെട്ട മകനെ, നിന്റെ ഭവനത്തിൽ, പ്രിയപ്പെട്ട മകളെ, നിന്റെ ഭവനത്തിൽ ഒരുപക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത്. മറ്റാരും ഒരുപക്ഷെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. രോഗക്കിടക്കയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും നീ. എത്രയോ നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് കർത്താവേ നീ ഉത്തരം നൽകാത്തതെന്ന് വിഷമിച്ചിരിക്കുന്ന, നിരാശയിലേക്ക് പോകുന്നൊരു ജീവിതമായിരിക്കും. അതെ പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ ഈശോ കടന്നു വരും. 38 വർഷമായ തളർവാദ രോഗിയുടെ അടുത്തേക്ക് ഈശോ കടന്നു വന്നു. ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിന്റെ അടുക്കലേക്ക് ദൈവം പ്രവാചകനെ അയച്ചു. ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് തൻ്റെ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ കഴിയാതെ വിഷമിച്ച ഹാഗാറിന്റെ അടുക്കലേക്ക് ദൈവദൂതൻ കടന്നു വന്നു. നമുക്ക് വിശ്വസിക്കാം, എൻ്റെ വീട്ടിലേക്ക് ഇന്ന് കർത്താവ് വരും. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും ഇന്ന് ഈശോ കടന്നു വരും. എൻ്റെ കർത്താവ് എനിക്കിന്ന് സൗഖ്യം തരും, എന്നെ അനുഗ്രഹിക്കും. എൻ്റെ നിലവിളി ഇന്ന് സ്വർഗം കേൾക്കും. നമ്മുടെ നിലവിളി ഇന്ന് സ്വർഗത്തിന് ഉപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രാത്രിയാണ്. ഈ ദിനം നമുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിനമാണ്. അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുക. ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ അവസ്ഥ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയ്ക്ക് അവിടേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. ഈശോയ്ക്ക് അവിടേക്ക് കടന്നു വന്ന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതത്തെ നിന്റെ കർത്താവിന്റെ മുമ്പിലേക്കൊന്ന് ചൊരിയുക. ഈശോയുടെ മുമ്പിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്താമോ? ഈശോയുടെ സന്നിധിയിലൊന്ന് ഉയർത്താമോ? ഹൃദയം ഒന്ന് ഉയർത്താമോ? നമ്മുടെ കരങ്ങളില് നമ്മുടെ ജീവിതത്തിന്റെ വേദനകള്, നൊമ്പരങ്ങള്, സങ്കടങ്ങള് എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. നീ ഒറ്റപ്പെട്ട വ്യക്തിയല്ല. നിന്റെ അരികിലേക്ക് നീ ഈശോ കടന്നു വരും. നീ വഴിയരികിൽ ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. നിന്റെ സ്വരം കേൾക്കുവാൻ ഇന്ന് സ്വർഗം ചെവിചായ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ആരാധിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോലും അടയാതെ എന്നെ നോക്കിയിടും യേശു അപ്പയാണ് എപ്പോഴും പ്രിയ തുഴലായി. ഈശോ അടയാതെ
യേശുവിൽ ഒരു ഇവ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയത്തോഴൻ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വിളിച്ച് ആ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചങ്കിലേക്ക് കർത്താവിന്റെ സ്നേഹം ഇറങ്ങട്ടെ. ഈശോ 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 സ്നേഹമേ സ്നേഹമേ Praise the Lord. Praise the Lord. Hallelujah. 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 വലതുകരം ഉയർത്തി Hallelujah. 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 ശാന്തമായിരിക്കാം.